ജൂൺ 30 സംഘത്തിന്റെ സർസംഘചാലക് ശ്രീ ബാലാസാബ് ദേവറസിനെ നാഗ്പൂരിലെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അറസ്റ്റ് ചെയ്തു. ആ അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് അദ്ദേഹത്തിന് അറിയാമായിരുന്നു 25-ാം തീയതി അടിയന്തരാവസ്ഥ പ്രഖ്യാപനം, ഇന്ദിരാഗാന്ധിയുടെ നീക്കങ്ങളൊക്കെ കണ്ടപ്പോൾ സംതിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ അഗെയിൻസ്റ്റ് ദി ഇൻട്രസ്റ്റ് ഓഫ് ദ കൺട്രി ഓർ അഗെയിൻസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് സംഘ് എന്നൊക്കെ അറിയാവുന്നതുകൊണ്ട് ദേവറസ്ജി 3 കത്തുകൾ എഴുതി വെച്ചിരുന്നു. എന്നാൽ ആ കത്തുകൾ അധികമൊന്നും അത് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. അത് മുഴുവനൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതിലെ എല്ലാത്തിനും ഓരോ വരികൾ മാത്രം പറയുന്നു. അതിലൊരു കത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇന്ദിരാഗാന്ധിക്ക് സമനില തെറ്റിയ പോലെ തോന്നുന്നു, അതുകൊണ്ട് ഇനിയും പലതും പ്രതീക്ഷിക്കാം, നമ്മുടെ നേരെയും വരാം. ഒരു കത്ത്. ഇതെല്ലാം ഒരുമിച്ച് എഴുതി വെച്ചതായിരുന്നു. രണ്ടാമത്തെ കത്തിൽ അദ്ദേഹം പറയുന്നത് സംഘത്തിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ദൈനംദിന ശാഖയാണ്, ഡെയിലി ഒരുമിച്ച് കൂടിയിട്ടുള്ള പരിപാടികളാണ്. അതിനെ യാതൊരു കാരണവശാലും നിർത്താൻ പാടില്ല. അപ്പം അതിനുവേണ്ടി ദിവസവും തമ്മിൽ കൂടുന്ന സംവിധാനം ശക്തമായിട്ട് നിലനിർത്തണം. അത് ഭജനയുടെ പേരിലാവാം, ഫുട്ബോൾ ക്ലബ് ആവാം, എന്ത് വേണമെങ്കിലും ആവാം, അതുപോലെ ആവാമെന്ന് പറഞ്ഞിരുന്നു. കൂടെ അദ്ദേഹം പറഞ്ഞു, ഞാൻ അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കും, എല്ലാ സാധ്യതയുണ്ട്. എന്നെ അറസ്റ്റ് ചെയ്താൽ സംഘത്തിന്റെ അന്നത്തെ ജനറൽ സെക്രട്ടറി, സംഘത്തിന്റെ ഭാഷയിൽ പറഞ്ഞ സർക്കാർ വാഹം, അദ്ദേഹത്തിന്റെ പേര് മാധവറാവ് മൂള എന്നായിരുന്നു. മാധവറാവ് മൂളയോ അദ്ദേഹം നിയോഗിക്കുന്ന മറ്റൊരാളോ പറയുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് സംഘടന ചലിക്കണം എന്നുള്ള 3 കത്ത് എഴുതി വെച്ചിട്ടാണ് അദ്ദേഹം ഡൽഹിയിൽ നിന്ന് ട്രെയിൻ കയറി നാഗ്പൂരിൽ വന്നത്. നാഗ്പൂരിൽ വെച്ച് ആദ്യം അറസ്റ്റ് ചെയ്യപ്പെട്ടു.